ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. പിന്നെ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഈദ് മുബാറക് എല്ലാം പറയുന്ന. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ പെരുന്നാൾ എങ്ങനെയുണ്ട്, എന്തെല്ലാം ഫുഡെല്ലാം ആക്കി, അതെല്ലാം ഒന്ന് കമൻ്റ് ആക്കണേ. ഇന്നത്തെ വ്ളോഗ് പെരുന്നാൾ വ്ളോഗാണ്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ തലേന്നും എടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കേട്ടോ. ഇതിപ്പം രാത്രി ഒരു 11 മണി 12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതായത് പെരുന്നാളിൻ്റെ തലേന്നാണ്. അപ്പോൾ ഇതാ ഞാൻ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പെരുന്നാക്കല്ലേ ഇങ്ങനെ പുതിയ പുതിയ പാത്രങ്ങൾ ഇങ്ങനത്തെ എല്ലാം എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, യൂസ് ആക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് യൂസ് ആക്കാം, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ലെമണിൻ്റെതാണ്, ഇത് ഗ്ലാസിൻ്റെതാണ്. 3 പീസ് വരുന്നതാണ് കേട്ടോ. ഇതൊരു പീസ്, പിന്നെ കുറച്ച് വലുതുണ്ട് കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കത്തിയെല്ലാം വെക്കാനുള്ള അതൊരു വലുപ്പത്തിലുള്ള ഒന്ന്, അങ്ങനെ 3 പീസാട്ടോ വരുന്നത്. ഇതിപ്പോൾ ഇതിമേ ഡിസൈൻ വന്ന് കണ്ടത് ലെമണിൻ്റെതാണ്. എനിക്ക് പിന്നെ യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചാട്ടാ. ഇതുപോലെ ഒരുപാട് ഡിസൈനിലുണ്ട്. പിന്നെ മത്തനില്ലേ, അതിൻ്റെ ഡിസൈനിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ലുണ്ട് അതെല്ലാം. പക്ഷേ എനിക്ക് യെല്ലോ കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ നല്ല സൂക്ഷിച്ചിട്ടെല്ലാം, സൂക്ഷിക്കുന്നവർക്കെല്ലാം ഓക്കെ കേട്ടോ. നമ്മൾ ഒറ്റ ആൾ ഒരു കിച്ചണിൽ യൂസ് ആക്കുമ്പോഴൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മൾ വീഡിയോ പർപ്പസിനെല്ലാം നല്ലതാണ് കേട്ടോ. ഇതുപോലത്തെ നല്ല ഉണ്ടാവും കാണാൻ. അപ്പം ഈ ഗ്ലാസിൻ്റെ എല്ലാം അത്രയും കെയർ ആക്കണം കേട്ടോ. അപ്പം എൻ്റെ അടുത്തുള്ള ചോപ്പറും ഗ്ലാസിൻ്റെ ആണ്. ഞാനിപ്പോൾ ഓർഡർ ആക്കിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ. അത് വന്നിട്ട് ഞാൻ കാണിക്കട്ടെ. ആ ചോപ്പറിൻ്റെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടിയൊരു ചെക്ക് ചെയ്ത് നോക്കട്ടോ. പല ഡിസൈനിലും പിന്നെ സ്റ്റീലിൻ്റെതൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പെരുന്നാളിൻ്റെ അപ്പങ്ങളാക്കാൻ പോകാമെന്ന് കേട്ടോ. ഇത് കാസർഗോഡൊക്കെ ഒരുപാട് വെറൈറ്റി അപ്പങ്ങൾ, അതായത് നമ്മൾ കറിയിൽ കൂട്ടി കഴിക്കുന്ന അപ്പങ്ങളല്ല, നമ്മൾ സ്നാക്സ് ഇല്ലേ അത്. അപ്പോൾ കടലാച്ചത്, ഈത്തപ്പഴം കായ്ച്ചത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആക്കലുണ്ട്. നമ്മളെ നാട്ടിലെല്ലാം മലപ്പുറം ഭാഗത്തെല്ലാം കൂടുതലും എൻ്റെ പെറുക്കെല്ലാം ഉണ്ടാക്കൽ പെരുന്നാളിൻ്റെ തലേന്ന് ഉണ്ണിയപ്പം, കൽത്തപ്പം, നെയ്യപ്പം അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഈ കാസർഗോഡെല്ലാം ഇതുപോലെ ഒരുപാട് കേക്ക്, അതായത് കേക്കപ്പം, അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് ഞാൻ 2-3 ഐറ്റംസ് ആക്കാമെന്ന് വിചാരിച്ചിനി. മാത്രം ആക്കിയത് 3 ഐറ്റംസ് ആണ് കേട്ടോ. ബാക്കി പിന്നെ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ആവും ചെയ്യും. അപ്പോൾ ഈത്തപ്പഴം ഒരു 1/2 കിലോനുണ്ടാവും കേട്ടോ. അത് ഞാൻ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ചോപ്പറിൽ ഒരു തേങ്ങ കേട്ടോ, അതായത് ഒരു തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 ഇതുപോലെ കുറച്ച് കൂടുതൽ തന്നെ, അതിനൊന്നും കണക്കൊന്നുമില്ല കേട്ടോ. കൂടുതൽ തേങ്ങ ആയാലും കാഷ്യൊക്കെ ആയാലും കൂടുതൽ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ബദാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യും അതുപോലെ തന്നെ തേങ്ങയും കൂടെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലില്ലേ, നമ്മൾ ജസ്റ്റ് പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം പൊടിയും. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ആക്കിയിട്ട് ചോപ്പറിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2-3 ഐറ്റംസ് ആക്കുന്നതെന്ന്. അപ്പം ഞാൻ ഓരോന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം ഒരേ ടൈമിൽ നിങ്ങൾക്ക് 2-3 ഐറ്റംസ് ഒന്ന് അരക്കുന്നത് അത് ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ടാണ് കേട്ടോ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ടുള്ളതാണ്, സ്നാക്സാണ്. ആദ്യം ഈത്തപ്പഴത്തിൻ്റെ സ്നാക്സ് ഉണ്ടാക്കുക. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് പരന്ന ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്രഷാക്കി വെച്ച തേങ്ങയും അതുപോലെ തന്നെ കാഷ്യൂല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ടെടുത്തില്ലേ. അപ്പോൾ ഇതിനൊന്നും അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഇതിപ്പം 1/2 കിലോ ഈത്തപ്പഴമുണ്ട്. അത് ഞാൻ ചോപ്പറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നല്ല ഒരു
ഒരു ഹാർഡായിട്ടുള്ളതില്ലേ, ആ ഒരു ഈത്തപ്പഴം എടുക്കുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇതുപോലെ കുരു കളഞ്ഞതിന് ശേഷം ഒന്ന് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈത്തപ്പഴം ഒന്ന് ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം തേങ്ങയും കാഷ്യും ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. ഇനി സ്വീറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളടുത്ത് ചിലപ്പം ഇനിയിപ്പം നോമ്പെല്ലാം കഴിഞ്ഞതല്ലേ, സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാവില്ലേ, അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്തതുണ്ടായതുകൊണ്ട് ഇതെടുത്തതാണ്. അതിൽ നിന്ന് ഇതുപോലെ ഒരു 3 ഷീറ്റ് മൂന്നെണ്ണം എടുക്കണ്ട, 2എണ്ണം എടുത്താൽ മതി. ഞാൻ ആദ്യം 3 ഇപ്പം ഫസ്റ്റ് വെക്കുമ്പോഴേ 3 എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് കട്ടിയായി പോയിട്ടാ. 2 എടുത്താൽ മതി. പിന്നെ എല്ലാം ഞാൻ 2 തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫില്ലിങ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ. ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. എന്നിട്ടൊന്നുമില്ല, ഒന്ന് റോളാക്കിയിട്ട് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. ഒന്ന് പ്രസ്സാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ റോളാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കാം. മൈദ എല്ലാവർക്കും അറിയുന്നല്ലേ, മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ബ്രഷാക്കി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ തന്നെ അതവിടെ നിന്നോളും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കട്ടിയിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പം. പിന്നെ ഞാൻ 2 ഷീറ്റ് വെച്ചിട്ട് ചെയ്തപ്പം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതുപോലെ വട്ടത്തിലിങ്ങനെ കട്ടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല വീതി കൂടണ്ട. ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ടാക്കി എടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാസർഗോഡ് ഭാഗത്തെല്ലാം ഈത്തപ്പഴം പൊരിച്ചെടുക്കലുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് പിന്നെ പച്ചരിയും മുട്ടയും തേങ്ങയും ഒക്കെ അരച്ചിട്ട് അതിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കും കേട്ടോ. അപ്പം അങ്ങനെയും നല്ല ടേസ്റ്റാണ്. പിന്നെ പൊരിയുണ്ടെല്ലാം ഉണ്ടാക്കലുണ്ട്, അതെല്ലാം നല്ല ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം കഴിഞ്ഞ പെരുന്നാക്കെല്ലാം അപ്പങ്ങളെല്ലാം ആക്കിയാലും അതിൻ്റെ മുന്നത്തെ പെരുന്നാക്കെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓരോരോ അപ്പങ്ങൾ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പം കുറച്ച് ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വരും. അപ്പം ഈത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാ. ഇനിയിപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ്, പക്ഷേ പെരുന്നാൾ കഴിഞ്ഞെങ്കിലും നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ചായക്കെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പം നോമ്പെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ചില വീട്ടിലെല്ലാം ഈത്തപ്പഴം അതുപോലെ തന്നെ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാവും, സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ഒക്കെ ബാക്കി വരുന്ന പിന്നെ നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലല്ല. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈവനിങ്ങിനൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യുമ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആദ്യം ഇട്ടപാട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, ഒന്ന് സെറ്റായതിന് ശേഷം. അപ്പോൾ ഈത്തപ്പഴ റോള് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ആക്കാനും കൂടെ മറക്കരുത് കേട്ടോ. ഇനി കടല കാച്ചിയത് ഉണ്ടാക്കാന്ന് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ മുന്നേ ഏതോ ഒരു പെരുന്നാൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം 2 തരം അപ്പത്തിനുള്ളതാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത് കേട്ടോ. കാഷ്യൂ ഫ്രൈ ആക്കുന്നുണ്ട്. അതും പിന്നെ അതുപോലെ തന്നെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ മുട്ട എന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ചെറിയ മുട്ട എന്നുണ്ടെങ്കിൽ 3 എടുത്താൽ മതി. ആദ്യം ഞാൻ ഫ്രൈ ചെയ്യുന്നത് കടല കാച്ചിയതാണ്. അപ്പോൾ പൊട്ടുകടലില്ലേ നമ്മൾ കഴിക്കാനൊക്കെ വാങ്ങുന്ന, അത് ഞാൻ 200 ഗ്രാമിൻ്റെ പാക്കറ്റാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കടല കാച്ചിയത് മാത്രമാണ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് പച്ചരിക്ക് പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ 1 മുട്ടയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. വലിയ മുട്ട എന്നുണ്ടെങ്കിൽ 1 ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാനിപ്പം 2 അപ്പങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 കപ്പ് പച്ചരി അതുപോലെ തന്നെ അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ മുട്ട ആയതുകൊണ്ട് 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ
ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മധുരം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു ചെറിയൊരു ബൗളെടുക്കാം. അതിലേക്ക് 2 കയ്യിൽ, അതായത് കൂടി പോകണ്ട കേട്ടോ, നമ്മൾ കുറച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 കയ്യിൽ വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കടലല്ലേ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് അവർ കടലല്ലേ മാവിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സോഫ്റ്റ് ആവും. അപ്പം അതില്ലാതിരിക്കാനാണ് കേട്ടോ കുറച്ചായിട്ട് കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ചെതറിയിട്ട് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ റോൾ ഉണ്ടാക്കിയില്ലേ, ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ പത വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഈത്തപ്പഴത്തിൻ്റെ റോൾ ഉണ്ടാക്കിയ ടൈമിൽ ഇതുപോലെ അപ്പോൾ അതൊന്നും വന്നിട്ടാണ് നേരെ ഫ്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഓയിലായതുകൊണ്ടായിരിക്കും ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ലേ ഇങ്ങനെ പൊന്തി വരുമ്പം പിന്നെ എത്ര ഇട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ ചെതറി ഇട്ടെടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തീൻ്റെ കാര്യമൊന്ന് നോക്കണം. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തില്ലേ ആ ഒരു മാവ്, അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 2 കയ്യിൽ മാവ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള കടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കടല കാച്ചിയത്. ഇനിയിപ്പം നമ്മൾ പുറത്തെല്ലാം പോയിട്ട് അങ്ങനെ തിന്നാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ടൈം പാസിനൊക്കെ നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാൽ നല്ല ടൈം പാസ്സാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. ഇതുപോലത്തെ അപ്പങ്ങളൊക്കെ അപ്പോൾ മുഴുവനായിട്ട് തന്നെ കടല കാച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. ഇതുപോലെ പൊട്ടുകടല എല്ലാം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ, എന്തായാലും ഫുഡെല്ലാം ആക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത്ര കൂടുതലെല്ലാം ഉണ്ടാക്കുന്നത്. ഒരു കമൻറ്റെങ്കിലും വരാതിരിക്കൂല, അതെനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. അപ്പം ഇത് നമ്മൾ ബാക്കിയാവില്ല കേട്ടോ. കാര്യം ഇത് പെരുന്നാളല്ലേ, പെരുന്നാളിൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റെല്ലാം വരുമ്പോൾ കൊടുക്കാനും, പിന്നെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനും, പിന്നെ ഫാദറിൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ട്, ബാച്ചിലേഴ്സ് ഉള്ളവരും അവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് അറിയുന്നവർക്കെല്ലാം അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ്. കടല കാച്ചിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പം ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെക്കാൻ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷേ എയർ കടക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ഒരു മാസം വരെ ഇരിക്കും, എന്താവല. അടുത്തത് കാഷ്യൂനട്ട് ഫ്രൈ ആണ്. എൻ്റെ അടുത്തുള്ള ഈ ഒരു കാഷ്യൂല്ലേ ഇത് ചെറുതാണ് കേട്ടോ. കുറച്ച് വലുത് കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഞാൻ മുന്നേ അതായത് നോമ്പിനെ വാങ്ങിച്ചതായിരുന്നു, ഇതിനായിട്ട് വാങ്ങിച്ചതല്ല. 1 കിലോനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതിന് അളവും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ അരച്ച മാവില്ലേ, അപ്പം അത് അരപ്പാതി അങ്ങനെ ബാക്കിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേനാ 2 കപ്പ് പച്ചരി 2 സ്നാക്സ് ഉണ്ടാക്കാൻ തന്നെ ഞാൻ അങ്ങനെ 2 കപ്പ് എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ബാക്കി മാവ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോന്നെടുത്തിട്ട് ഫ്രൈ ചെയ്യട്ടോ. അതിന് ആ സ്പൂണായിട്ട് ഇങ്ങനെ ഇട്ടെടുത്ത് കയ്യിലാണ്ടാന്ന് വിചാരിച്ച് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഓരോന്നെടുത്തിട്ട് മാവിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കുക, എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് 2 ദിവസമെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ ചായക്ക് വൈകുന്നേരമൊക്കെ കൂട്ടുമ്പോഴല്ലേ നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ്. അപ്പം ഇതുപോലെ അണ്ടിപ്പരിപ്പെല്ലാം എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നില്ല,
ഭയങ്കര പൈസ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഫ്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ 2-3 ഐറ്റംസും കൂടെ വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടൈം കുറേ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മതിയായി, എനിക്ക് കാലെല്ലാം വേദന. ഈ വീഡിയോസ് എടുക്കുമ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈ വീഡിയോസ് എടുക്കുമ്പോൾ കുറേ ടൈമാണ് അങ്ങനെ. അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പങ്ങളൊക്കെ ആയി, ഒരു സമാധാനമായിട്ടാ. ഇനിയിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ബീഫ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ കറി ആക്കാമെന്ന് വിചാരിച്ചിന്, പക്ഷെ ഉണ്ടാക്കിയില്ല കേട്ടോ. ഇപ്പൻ്റെ ടൈം സുബി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം രാവിലെ തന്നെയാണ്, അതായത് 6 മണിക്കും അറിയില്ല അങ്ങനെ എന്തോ ആണ് കേട്ടോ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാലില്ലേ നമുക്ക് പെരുന്നാൾ നിസ്കാരം കിട്ടില്ല. അപ്പം നമ്മൾ ഉറങ്ങുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്ത് പോയിട്ട് ഒന്ന് ചായ അടിച്ചിട്ട് ചില്ലിയാക്കിയിട്ട് ഇങ്ങനെ വന്നിട്ടാ. അതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. അപ്പം ഈ ഡ്രസ്സ് ഒരു അബായിട്ട പോലെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 വ്ളോഗ് 2 വ്ളോഗിൻ്റെ മുന്നേ തോന്നുന്നു ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അപ്പം ഞാൻ ഇത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇതിടാം. അപ്പോൾ ഇടുമ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു വർക്ക് പെരുന്നാക്കെല്ലാം ഇടുമ്പം ഒരു രസമല്ലേ. അപ്പം എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ 2 ഭാഗത്തുള്ള സ്ലീവിനില്ലേ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഫാദർ റെഡി ആയിട്ടുണ്ട്, മാഷാ അല്ലാ. ഇപ്പം പെരുന്നാൾ നിസ്കാരം തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അത് വേഗം പള്ളിയിലേക്ക് പോകാന്ന് കേട്ടോ. അല്ലാഹുവിൻ്റെ നാമം എന്നിലേറി വന്ന അല്ലാനെ ഓർക്കാത്തവരാരുണ്ട് ഈ ദുനിയാവിൽ ആരുണ്ട്? കുത്ത് എവിടെ കുത്ത് മരക്കൂടയാൽ മുഖം മാനലം മാനലം. ഇത് നമ്മളെ എത്തോപ്പിൻ ചണ്ടി. ഈ ചണ്ടിക്ക് വിശന്നാലും ഉറക്കം വന്നാലും വെറും പൊടസാണ്, പൊടസിന്റെ ഉണ്ട. പൊടസ് എന്ന് പറഞ്ഞാൽ അറിയോ, മത്തിന്റെ പുറത്തുള്ള സാധനല്ലേ. ചൊറപ്പെട്ടാന്ന് പറയാം ഞങ്ങളുടെ നാട്ടില്. അങ്ങനത്തെ ഒരു സാധനം. വിശക്കാൻ പാടില്ല, ഉറക്കം വരാൻ പാടില്ല. അപ്പോഴേ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. എന്നല്ല നിങ്ങളെ. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ. എന്നാൽ എന്റെ അത്ര തിളക്കമില്ലല്ലോ. എന്റെ ഡ്രസ്സിനൊരു തിളക്കം കണ്ട. എന്തുകൊണ്ട്? തിളക്കമുള്ള മനസ്സും. ഒരു ഭാഗത്ത് നോക്കിയാല് അബായ ഇട്ട പോലെ ഉണ്ട്, ഒരു ഭാഗത്ത് നോക്കിയാല് ഡ്രസ് ഇട്ട പോലെ ഉണ്ട്. അതാണ് ഈ ഡ്രസ്സിന്റെ പ്രത്യേകത. അടിപൊളി വെറൈറ്റി കളക്ഷൻസ്. ഫുള്ള് കാണിക്കണമെങ്കിൽ ഇങ്ങനെ വരണം. അപ്പോൾ അത് പെരുന്നാളുടെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അപ്പം ഞാൻ റെഡിയായില്ലേന് കേട്ടോ. ഞാൻ വിചാരിച്ച് ഉറങ്ങി എണീച്ചിട്ട് ഒന്ന് റെഡി ആയിട്ട് നിൽക്കാമെന്ന്. പിന്നെ അപ്പോൾ അത് പറഞ്ഞ് എന്താ അപ്പുറത്ത് ചങ്ങായിണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ ഫ്ലാറ്റിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ റെഡി ആയിട്ടാണ്. അപ്പോൾ ഒന്ന് വീഡിയോസ് എല്ലാം എടുക്കാം. അതെനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പം എണീച്ചിട്ട് തന്നെ ഇങ്ങനെ എടുക്കാം, വീഡിയോസ് എല്ലാം എടുക്കാം. അപ്പം റെഡി ആവാമെന്ന് വിചാരിച്ചിന്. പിന്നെ അത് പറഞ്ഞ് റെഡി ആവുക, നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞ് അപ്പുറത്തോരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ടാകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ റെഡി ആയിട്ട്, പക്ഷേ എനിക്ക് ഉറക്കം വന്നിട്ട് അപ്പുറത്തായിനി. അങ്ങനെ അത് പറഞ്ഞത് ഉറക്കം വന്നിട്ട് പിരാന്തായി നിന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ടേബിൾ റണ്ണറില്ലേ, ഇത് ഞാൻ
ട്രെൻഡികളിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതിൽ ഒരുപാട് കളേഴ്സിലും ഒരുപാട് വെറൈറ്റി മോഡലിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ അപ്പോൾ അത് പറഞ്ഞ് ബ്ലാക്കിൽ ഇങ്ങനെ വരുമ്പോൾ നല്ലതെന്ന് ടേബിൾ വൈറ്റ് ടേബിളല്ലേ, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. ഇത് വൈറ്റ് വരുന്നതുണ്ട്, ഈ ബ്ലാക്കിൻ്റെ അതേ സ്ഥലത്തില്ലേ വൈറ്റ് വരുന്നതുണ്ട് കേട്ടോ. പക്ഷേ ഫാദറിന് ബ്ലാക്ക് വരുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ബ്ലാക്ക് വരുന്നത് വാങ്ങിച്ച. അപ്പോൾ ഇതാ ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ, നല്ല ക്യൂട്ടുണ്ട്, നല്ല രസമാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക, ഒരുപാട് മോഡലുണ്ട് കേട്ടോ. പിന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതാ നമ്മൾ ആ പെരുന്നാളപ്പങ്ങളിലേ ആക്കിയിട്ട് വെച്ച അത് ടേബിളിന്മേൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതാ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്, ആ ടിഷ്യൂ ഇട്ട് വെക്കുക. അതായത് കണ്ടില്ല, ചെറിയൊരു ബോക്സ് പോലെ ടിഷ്യൂ ഇട്ട് വെക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് പിന്നെ ബ്രെഡ് ഇതെല്ലാം ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ സെറ്റാണ്. ഇങ്ങനെ 6, 7, 8, 9 പീസാട്ടോ വരുന്നത്. അതിൻ്റെ ബോക്സിന് ആ ടോപ്പും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ 9 പീസ്. അപ്പം നല്ല ക്യൂട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ആ വൈറ്റ് ഷീറ്റല്ല, നാട്ടിലൊക്കെ അങ്ങനെയല്ല ഷീറ്റ് ഇടുന്നതല്ലേ, അതുകൊണ്ട് കാണുമ്പം നല്ല രസമുണ്ടാവും കേട്ടോ. പിന്നെ മേലെ അതിട്ടാലും അറിയൂലല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇതാ കുഞ്ഞിനാൻ പറഞ്ഞല്ലോ, ഫാദുവിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ടെന്ന്. അപ്പം ഇവർ ശരിക്കും പെരുന്നാളിൻ്റെ അന്നാ എൻ്റെ തലേന്ന് പോവേണ്ടതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂ എല്ലാം കാരണം അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് നീണ്ടതാണ്. അപ്പോൾ ഇതാ കുഞ്ഞിട്ടോ, ഒരു കുഞ്ഞുണ്ട് മാഷാ അല്ലാ. കുഞ്ഞിൻ്റെ പേര് നെയ്ഫ് എന്നാണ് കേട്ടോ. അപ്പം എന്നെ ചാച്ചി എന്ന് വിളിച്ചിട്ട് വരും ഇടയ്ക്കിടയ്ക്ക്, ഇങ്ങനെ ഡോറിലെല്ലാം വന്ന് മുട്ടും. ചിലപ്പോൾ നമ്മളിവിടെ ഉണ്ടാവില്ല, അപ്പം ഇങ്ങനെ വന്നിട്ട് ഒരു വിളിക്കലുണ്ട്. പിന്നെ ഫാദുവിനെ ഫാദക്കാന്ന് വിളിക്കും, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഫാദുവിൻ്റെ അടുത്ത് അങ്ങനെ പോയില്ലേനും, പിന്നെ ഇപ്പോൾ പരിചയമായപ്പം ഫാദക്കാന്ന് വിളിച്ചിട്ട് മാഷാ അല്ലാ. ഇനിയിപ്പം നല്ലോണം മിസ്സാവും പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നല്ലേ. അങ്ങനെ അവൻ്റെ ഉപ്പ എന്നിട്ട് അത് നബീൽക്ക. അങ്ങനെ ഞാൻ അവർക്ക് നമ്മളെ പെരുന്നാളപ്പങ്ങളില്ലേ അതെല്ലാം കഴിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടാ, ഇഡ്ഡലിയും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ എന്താക്കി, നമ്മൾ ഉറങ്ങിയില്ലല്ലോ. അപ്പോൾ നല്ലോണം നാട്ടിലൊക്കെ വിളിച്ചിട്ടില്ലേ, പിന്നെ നല്ലോണം ഉറങ്ങി എണീച്ചിട്ടാണ്. പിന്നെ ഞാൻ ബിരിയാണി ഒരു ഫുഡും ആക്കിയില്ല കേട്ടോ, പെരുന്നാളിനൊന്നും ആക്കിയില്ല. അപ്പോൾ അതിൻ്റെ കസിനും വിളിച്ചിട്ടുണ്ടായിരുന്നു, റഫീല്. ഒരു കഴിഞ്ഞ പെരുന്നാക്കെല്ലാം ഞാൻ പോയിന്, അപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിട്ട്. നമ്മൾ എണീക്കുമ്പോൾ തന്നെ ലേറ്റായി. ഞാൻ പിന്നെ നമ്മൾ റെഡി ആയിട്ട് ഇതാ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അജ്മാൽ മ്യൂസിയം അല്ലേ, അവിടെ ഫാദുവിൻ്റെ ചങ്ങായും വൈഫും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും മ്യൂസിയത്തിൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ എടുത്തിട്ടാണ്. അപ്പം പോണ വൈക്കാണെങ്കിലോ നെക്സ്റ്റോ ഇതെല്ലാം ഉള്ളത് ക്യാമറ എന്താള് അറബ്. ഞാൻ വിചാരിച്ചേ അജ്മാലിൽ വലിയ കല്യാണം പോലെ അതിന് നോക്കല്ലോ, ആൾക്കാരെ കൊണ്ട് ഫുൾ ബാച്ചിലേഴ്സാണ്, നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം ഇതാ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങനെ മ്യൂസിയത്തിൽ പോയിട്ട് എടുക്കല. ഇവിടെയും നല്ലോണം ആളുണ്ട് കേട്ടോ, ഓരെല്ലാം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനാണ് വന്നിട്ടുള്ളത്. നല്ല പ്ലേസാണ് കേട്ടോ ഒരു മ്യൂസിയം. ഇതാണ് ഫാദറിൻ്റെ ചങ്ങായും വൈഫും വന്നിട്ടാ. ചങ്ങായി ആണ് ഫാമിലി ആന്നിട്ടാ. പിന്നെ അതാ ഇവർ ഒമാനിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇത് ഫാദുവിൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്. അപ്പം അവർ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളവിടെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അജ്മാലിലുണ്ട് നിങ്ങൾ എവിടെയെന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് വന്ന് അപ്പോൾ അവർ മീറ്റായിട്ട് മാഷാ അല്ലാ. അവർ ഒമാനിലായിരുന്നു. നമ്മൾ ഒമാനിൽ പോയ ടൈമിൽ ഒരിടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരെ ഫാമിലി ഇല്ലായിരുന്നു, ഫാദറിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മീറ്റായി. പിന്നെ എല്ലാവരും ഇങ്ങനെ മീറ്റായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റഫി വന്നിട്ടുണ്ടായിരുന്നു, റഫിയും ഫാമിലിയും നമ്മളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് കഴിക്കാൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല, കുറച്ച് ലേറ്റായപ്പം. പിന്നെ അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികളെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ചില്ലാക്കി. പിന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പെരുന്നാൾക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ വിശേഷം. ഇൻഷാ അല്ലാ അതിന് അടിപൊളി വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.